നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തെ ഇന്ന് തിരുവല്ല ഹോട്ടലിൽ, ഞാൻ ഹോട്ടലിലെ പേര് പറയുന്നില്ല, ഹോട്ടലിൽ ഇന്ന് തെളിവെടുപ്പിന് കൊണ്ടുവരുകയുണ്ടായി. 5:30 മണിക്ക് തന്നെ പോലീസ് AR ക്യാമ്പിൽ നിന്ന് അദ്ദേഹത്തെ കൊണ്ടുവരികയും ബലാത്സംഗം നടന്നു എന്ന് പറയുന്ന റൂമിൽ കൊണ്ടുവരികയും ചെയ്തു. മാത്രമല്ല, നേരത്തെ ഇവിടെ പോലീസ് വന്ന് ഇവിടെ നിന്ന് CCTV ദൃശ്യങ്ങൾ കളക്ട് ചെയ്യുന്നു. അതിൽ കൃത്യമായിട്ട് ആ ലേഡി നേരത്തെ വന്ന് റൂമെടുക്കുകയും പിന്നീട് രാഹുൽ മാങ്കൂട്ടം വരികയാണ് ഉണ്ടായതെന്ന് കണ്ടെത്തുകയും ചെയ്തു. അതായത് ആദ്യം രാഹുൽ മാങ്കൂട്ടം ഒരു റൂം എടുത്തിട്ട് അല്ലെങ്കിൽ അവിടെ പെട്ടെന്ന് അവരെ കൊണ്ടുപോയും ബലാത്സംഗം ചെയ്തു എന്നുള്ള എല്ലാ കഥ. യഥാർത്ഥത്തിൽ അവിടെ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി റൂം എടുത്തിട്ട് അവർ വിദേശത്ത് നിന്ന് വരുന്നു, രാഹുൽ മാങ്കൂട്ടത്തിനെ കാണാൻ വെയിറ്റ് ചെയ്യുന്നു. അങ്ങനെ കാത്തിരുന്ന് വളരെ കാത്തിരുന്ന ശേഷമാണ് രാഹുൽ മാങ്കൂട്ടം അങ്ങോട്ട് വന്നത് എന്ന് കൃത്യമായതായി. ഇനി അവിടെ ബലാത്സംഗം നടന്നതോ ഉണ്ടോ ഇല്ല എന്നുള്ളതിന് യാതൊരു തെളിവും അവിടെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അവിടെ കിടക്കവരികളും അതേപോലെ ഒന്നും അലങ്കോലപ്പെട്ടിരുന്നില്ല. അപ്പോൾ അവിടുന്ന് ഒരു തെളിവും അവിടേക്ക് കിട്ടിയില്ല. ആ റൂമൊക്കെ കണ്ട് അതിൻ്റെ ഭംഗിയൊക്കെ കണ്ട് പോലീസ് മടങ്ങി. ഇതെന്തിനാണ് ഇത്രയും രാഹുൽ മാങ്കൂട്ടത്തെ കൊണ്ടു നടക്കുന്നത് എന്ന് ചോദിച്ചാൽ, കേരളത്തിൽ എല്ലാ സ്ഥലത്തും കൊണ്ടുപോയി പിണറായി വിജയന്റെ പ്രതികാരം തീർക്കുകയാണ്. ജനരോഷം ഉണ്ടാക്കുക, ചീമട്ടയെറിയുക, കൂവി വിളിക്കുക, അതേപോലെ അട്ടഹസിക്കുക, അങ്ങനെ ബഹുജന ശ്രദ്ധ ആകർഷിക്കുക, ജനങ്ങൾ മുഴുവൻ അറിയുക എന്നുള്ളതാണ്. പക്ഷെ അത് ഓരോ ദിവസം കൂടുന്തോറും പിണറായി വിജയനുള്ള വിദ്വേഷം കൂടി വരികയാണ്. കാരണം ഇവിടെ തന്നെ ഹോട്ടലിന്റെ ഏറ്റവും വലിയ തെളിവ് എന്ന് പറയുന്നത്, CCTV ദൃശ്യങ്ങളിലെ തെളിവ് എന്ന് പറയുന്നത്, ഈ ലേഡി ഈ അതിജീവിത വന്ന് റൂം എടുക്കുന്നു. റൂം എടുത്ത ശേഷമാണ് പിന്നീട് രാഹുൽ മാങ്കൂട്ടം അങ്ങോട്ട് വരുന്നത്. വിളിച്ചു വരുത്തി അതിനുശേഷം ബലാത്സംഗം ചെയ്തു എന്ന് പറയുന്ന കഥയുണ്ടാക്കുകയാണ്. ഇതെല്ലാം പൊളിക്കുന്ന, ഞെട്ടിക്കുന്ന ചില വിവരങ്ങളാണ് രാഹുൽ മാങ്കൂട്ടം പോലീസിനോട് ചോദ്യം ചെയ്തതിൽ പറഞ്ഞത് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. അത് ഇന്നലെ ഞാൻ പുറത്തുവിട്ടിരുന്നു. രാഹുൽ മാങ്കൂട്ടം ഈ ബലാത്സംഗം കഴിഞ്ഞു എന്ന് പറഞ്ഞതിന് ശേഷം രാഹുൽ മാങ്കൂട്ടത്തെ, ഇത് 2024 ഏപ്രിൽ മാസത്തിലാണ് ഈ ബലാത്സംഗം നടന്നു പറയുന്നത്. അതിന് മുമ്പ് 2 കൊല്ലം മുമ്പ് മുതൽക്ക് തന്നെ രാഹുൽ മാങ്കൂട്ടവുമായി ഈ ലേഡി ബന്ധമുണ്ടായിരുന്നു, പ്രണയത്തിൽ ഏർപ്പെട്ടിരുന്നു. അങ്ങനെ ഓരോ ഘട്ടമായി രാഹുൽ മാങ്കൂട്ടത്തെ വിവാഹം കഴിക്കണം എന്നുള്ള ആഗ്രഹത്തോടെ അവർ ലക്ഷ്യത്തിലിടുമ്പോൾ അവർ വിവാഹിതയായ ലേഡി സ്വന്തം ഭർത്താവിനെ വഞ്ചിച്ച് ഇവിടെ വന്ന് രാഹുൽ മാങ്കൂട്ടത്തിനോട് താല്പര്യപ്രകാരം അവരെ സെക്ഷലി ബന്ധപ്പെട്ടു, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു. അത് പിന്നെ ബലാത്സംഗമായി ചിത്രീകരിച്ചു. അന്ന് അവർ ഒരു പരാതി കൊടുത്തിരുന്നെങ്കിൽ അവർക്ക് കൂടെ നിൽക്കേണ്ടി വരുമായിരുന്നു നമ്മളെല്ലാവരും. കാരണം നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ സ്വഭാവത്തെ നമ്മൾ അംഗീകരിക്കുന്നില്ല. പക്ഷേ നമ്മൾ നിയമപരമായുള്ള കാര്യങ്ങൾ, വസ്തുതകൾ പഠിക്കുമ്പോൾ കേരള പോലീസിനല്ല, ഇന്ത്യയിൽ എവിടെയും ഈ കേസ് രജിസ്റ്റർ ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു കള്ളക്കേസാണെന്ന് പ്രഥമദൃഷ്ട്യാ തെളിയുന്ന ഒരു കാര്യമാണ് ഈ ഹോട്ടലിൽ നടന്നിട്ടുള്ളത്. ആ ഹോട്ടലിൽ നടന്ന കാര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തെ അങ്ങോട്ട് വിളിച്ച് അവർ പരസ്പര അംഗീകാരത്തോടുകൂടി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു. അതിനുശേഷം ഒരു പരാതി അന്ന് കൊടുത്തിരുന്നു. അവരെ പറഞ്ഞ തുപ്പി എന്ന് പറഞ്ഞു, അവരെ അടിച്ചു എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ അവരെ ഭയങ്കരമായി കീറി മുറിച്ചു, പല്ലുകൊണ്ടും കൈകൊണ്ടും മാന്തി ശരീരം മുഴുവൻ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു. ഈ കാര്യങ്ങളൊക്കെ ഉണ്ട്. ബലാത്സംഗമാണെങ്കിൽ അന്നൊരു പരാതി കൊടുക്കണ്ടേ? ഇപ്പോൾ എവിടെ നിന്നാണ് ഈ പരാതി ധൈര്യം വന്നത്? അപ്പൊ അതിന്റെ പിന്നിലെ രഹസ്യമാണ് ഇന്നലെ രാഹുൽ മാങ്കൂട്ടം പോലീസിനോട് വെളിപ്പെടുത്തിയതെന്ന് പറയുന്നത്. ഈ ബലാത്സംഗം നടന്നു എന്ന് പറയുന്നതിന് ശേഷം രാഹുൽ മാങ്കൂട്ടത്തെ അവർ കാനഡയിലേക്ക് ക്ഷണിച്ചു എന്നാണ് പറയുന്നത്. ഈ കാനഡയിൽ ക്ഷണിച്ച ശേഷം ഒന്നല്ല 2 തവണ ഒരു ഭാര്യ ഭർത്താക്കന്മാരെ പോലെ അവിടെ താമസിക്കുകയും അവിടെയെല്ലാം യാത്ര ചെയ്യുകയും അങ്ങനെ അവർ വളരെയധികം അടുത്തിരുന്നു. അവിടെ അവർ ഭാര്യ ഭർത്താക്കന്മാരെ പോലെയാണ് കഴിഞ്ഞതെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തെ മൊഴി കൊടുത്തു എന്നാണ് പറയുന്നത്. മാത്രമല്ല, അവിടെയുള്ള സമയത്തെല്ലാം യാതൊരു പ്രശ്നമില്ലാതെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നു. അതിലൊന്നും തന്നെ അവർക്ക് യാതൊരു പ്രശ്നമുണ്ടായില്ല. അവരെ സമ്മതത്തോടെ അവർ വിളിച്ചു വരുത്തിയിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ ഇത്തരം കാര്യങ്ങൾ പ്രേരിപ്പിച്ചത്. മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടവും അവരുമായിട്ടുള്ള ബന്ധം സുദൃഢമായിരുന്നു. അവരെ വിവാഹം കഴിക്കാൻ റെഡിയായിരുന്നു. അതിനുള്ള നിയമ തടസ്സം രാഹുൽ മാങ്കൂട്ടം പറഞ്ഞ ഭർത്താവുമായിട്ടുള്ള നിയമപരമായിട്ടുള്ള പിരിയൽ ആവശ്യമാണ് എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തോട് അവർ പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? അതാണ് ഇന്നലെ ഞെട്ടിച്ചത് പോലീസിനെയും. എനിക്ക് കിട്ടിയ വിവരം ശരിയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തോട് അവർ പറഞ്ഞത് ആ ഭർത്താവിനെ കൊല്ലണം എന്ന് പറഞ്ഞു എന്ന് പറയുന്ന ഒരു കാര്യത്തിലാണ് രാഹുൽ മാങ്കൂട്ടം ഞെട്ടിയത്. കാരണം അവരുടെ വയലന്റ് ആയ എതിരാളി, അവർക്ക് പറ്റാത്ത ആളെ കൊല്ലുന്ന ഒരു സമീപനമുള്ള ഒരു ക്രിമിനൽ മൈൻഡുള്ള ലേഡിയാണ് അവര് എന്നുള്ള ഒരു സമീപനത്തിലേക്ക് രാഹുൽ മാങ്കൂട്ടം മാറുകയായിരുന്നു.
ആ ഭർത്താവിനെ കൊല്ലണം എന്നുള്ള പറഞ്ഞത് മുതൽക്കാണ് രാഹുൽ മാങ്കൂട്ടവും ഇവർ തമ്മിൽ തെറ്റുന്നത് എന്ന് പറയുന്ന കാര്യങ്ങൾ ഈ കിടക്കുന്നത്. അതിനുശേഷം അവിടെ നിന്ന് മടങ്ങിയ ശേഷമാണ് പിന്നീട് ഇവർ തമ്മിലുള്ള ബന്ധത്തിന് ഒലിച്ചിൽ വരുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന് ഇഷ്ടം പോലെ ഗിഫ്റ്റുകൾ നൽകിയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് 2 തവണയും അവിടെ നിന്ന് തന്റെ ഭർത്താവായി വരാൻ പോകുന്ന ആളാണ്, അടുത്ത MLA-യും മന്ത്രിയുമാകുന്ന ആളാണ്, നാളെ മുഖ്യമന്ത്രിയാകാം, അവരുടെ ഭാര്യയായി വരേണ്ട ആളാണ് എന്നുള്ള ആഗ്രഹത്തോടെ ഈ രാഹുൽ മാങ്കൂട്ടത്തുമായിട്ട് അവർ എല്ലാ തരത്തിലും ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിച്ചു, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു. അപ്പോഴൊന്നും ആദ്യ ബലാത്സംഗം കഴിഞ്ഞ ആളാണെങ്കിൽ പിന്നെ അവരങ്ങനെ വിളിക്കുമോ, ഫോൺ ചെയ്യുമോ, അങ്ങോട്ട് ക്ഷണിക്കുമോ, അവരുമായിട്ട് തുറന്നിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമോ? ഇതാണ് രാഹുൽ മാങ്കൂട്ടം ചോദിച്ച ചോദ്യം. പോലീസിന് ഉത്തരം മുട്ടിപ്പോയി. അതോടുകൂടി അവിടെ ചോദ്യം ചെയ്ത പോലീസുകാരടക്കം ഒരു തരത്തിൽ അല്ലെങ്കിൽ എന്തിനാണ് ഈ കള്ളക്കേസൊക്കെ എടുക്കുന്നത് എന്നുള്ള നിലയിലേക്ക് പോയി. ഇന്ത്യൻ നിയമപ്രകാരം 2 പേർക്കും ഇഷ്ടപ്രകാരം സഞ്ചരിക്കാനും 2 പേർക്കും സെക്ഷലി ബന്ധപ്പെടാനും അത് 2 പേരുടെയും അവകാശമാണ്, അത് അവരാണ് തീരുമാനിക്കുന്നത്. അതിൽ കൈ കടത്താൻ ആർക്കും അധികാരമില്ല എന്ന് ഭരണഘടനാ ബെഞ്ച് പറഞ്ഞിട്ടുണ്ട്, സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള സ്ഥലത്ത് ഇങ്ങനെ ഒരു ബന്ധമുണ്ടായിട്ട് ആദ്യം ഹോട്ടലിൽ വെച്ച് ബലാത്സംഗം നടന്നു എന്ന് പറയുന്നു. പിന്നീട് എങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തെ ക്ഷണിക്കും? അപ്പം ഒരു ബലാത്സംഗം നടന്നാൽ പിന്നെ നടന്നു ബലാത്സംഗം അല്ലേ? അപ്പം ഒരു ബലാത്സംഗം നടന്നു എന്ന് പറയുന്നത് പച്ചക്കള്ളമാണെന്ന്, കെട്ടിച്ചമച്ചതാണെന്നും അത് എഴുതിയത് തിരുവനന്തപുരത്ത് ഒരു അഡ്വക്കേറ്റ് ആണെന്നും അത് P ശശിയുടെ നിർദ്ദേശപ്രകാരമാണെന്നുള്ള കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. എന്തായാലും ഇത് ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ്. നമുക്കറിയാം ആ ലേഡി കൊടുത്ത പരാതി തന്നെ നിലനിൽക്കുന്നതല്ല. എന്തുകൊണ്ട്? 1.5 കൊല്ലം മുമ്പ്, 1 കൊല്ലം 7 മാസം മുമ്പ് നടന്നു എന്ന് പറയുന്ന ഒരു കാര്യത്തിന് ഇപ്പോഴാണ് അവർക്ക് പരാതി കൊടുക്കാൻ സമയം കിട്ടിയത്. എന്തുകൊണ്ടാണ്? ഇപ്പോഴാണ് അവർക്ക് പ്രേരണ നൽകിയത്. എന്താ വെച്ചാൽ അതിനുശേഷം രാഹുൽ മാങ്കൂട്ടം അകന്നുപോയി. അവരുടെ വൈരാഗ്യബുദ്ധി, ഭർത്താവിനോടെന്ന പോലെയുള്ള വൈരാഗ്യബുദ്ധി രാഹുൽ മാങ്കൂട്ടത്തിനോടും ഉണ്ടായി. രാഹുൽ മാങ്കൂട്ടം തന്റെ ചൊൽപ്പടിക്ക് വരുന്നില്ല എന്ന് പറയുന്ന ഒരു അവസരം ഉണ്ടാകുന്നു. അതിന്റെ ഇടയിലാണ് അപ്പൊ ഈ ഗർഭിണിയാകുന്നു. ആ ഗർഭം അലസിപ്പോകുന്നു. അവര് ആ കാര്യം ശ്രദ്ധിച്ചിരുന്നില്ല. ആ ഗർഭം അലസിപ്പോകുന്നു. ആ ഗർഭിണിയായി കുട്ടിയുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും രാഹുൽ മാങ്കൂട്ടം ആ കുട്ടിയെ സ്വീകരിക്കാനും ഭാര്യയെ സ്വീകരിക്കാനൊക്കെ റെഡിയായിരുന്നു. കാരണം 10-30 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് അവര്. അപ്പൊ അവരുടെ മനസ്സാ സ്വീകരിക്കാൻ റെഡിയായിരുന്നു എന്നാണ് രാഹുൽ മാങ്കൂട്ടം പറഞ്ഞിരുന്നത്. അങ്ങനെയുള്ള അതിൽ ആ വീട്ടിലെ അമ്മയോട് പറഞ്ഞ് ഞാൻ ഇഷ്ടപ്പെടുന്ന കുട്ടിയാണ്, ഗർഭിണിയാണെന്ന് പറഞ്ഞാൽ വേറെ ആരും ഒന്നും പറയില്ല. മുമ്പ് വിവാഹം കഴിച്ചോ എന്നുള്ള കാര്യം നോക്കില്ല. അങ്ങനെ അവർ തമ്മിൽ വളരെ യോജിപ്പോട് കൂടി പോകാവുന്ന ഒരു കണ്ടീഷൻസിലാണ് ഈ ഭർത്താവിനെ കൊല്ലണം എന്ന് പറയുന്ന ഒരു കാര്യം റിവേഴ്സ് വാങ്ങാത്ര എളുപ്പമല്ല. കാരണം അവരെ ഭാഗത്താണ് ചില മിസ്റ്റേക്കുകൾ ഉണ്ടെന്ന് രാഹുൽ മാങ്കൂട്ടം കണ്ടെത്തി എന്നാണ് പറയുന്നത്. ഇതൊക്കെ പോലീസിനോട് പറഞ്ഞ മൊഴികളിൽ നിന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് പുറത്തു വരുന്നത്. ഇത് എത്രമാത്രം ശരിയെന്ന് തെറ്റെന്നൊക്കെ നമുക്ക് കിട്ടിയ അവരുടെ മൊഴിപ്പകർപ്പ് കിട്ടിയാലേ ശരിയാവുള്ളൂ. എന്നാലും കിട്ടിയ വിവരങ്ങൾ ആണ് നമ്മൾ പബ്ലിഷ് ചെയ്യുന്നത്. അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തെ അവർ പിന്തുടരുന്നു. പാലക്കാട് മത്സരിക്കാൻ എത്തുന്നു. അവിടെ 3 BH റൂം എടുക്കണമെന്ന് നമുക്ക് അവിടെ എടുക്കണം എന്ന് പറയുന്നു, ഫ്ലാറ്റ് എടുക്കണം എന്ന് പറയുന്നു. 2 BH വാങ്ങാമെന്ന് പറയുന്നു. അതിന് അവർ പണം ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറയുന്നു. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സാധാരണ ഒരു പ്രണയത്തിൽപ്പെട്ട ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന വാക്കുകളും കാര്യങ്ങളുമാണ് പറയുന്നത്. അതിൽ കൃത്യമായി ഇവർ പലതവണ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇഷ്ടപ്രകാരം പരസ്പര അംഗീകാരത്തോടു കൂടിയിട്ടാണ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുള്ളത്. എവിടെ വെച്ച്? തിരുവല്ല ഹോട്ടലിൽ വെച്ച്. ആ ഹോട്ടലിൽ വെച്ച് നടന്ന കാര്യങ്ങളിൽ അവർക്ക് ഒരിക്കലും ഏതെങ്കിലും തരത്തിൽ നെഗറ്റീവായിട്ടുള്ള കാര്യം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ പെട്ടെന്ന് ഇതൊക്കെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? തിരുവനന്തപുരത്തെ അഡ്വക്കേറ്റ് 3 കേസുകൾക്കും എഴുതിയുണ്ടാക്കിയ ഒരേപോലുള്ള കാര്യമാണ് ഇപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും രസകരമായ കാര്യം, പിണറായി വിജയൻ നേരിട്ട് ഇടപെടുന്ന ഒരു കേസിൽ പിണറായി വിജയൻ എന്ത് ചെയ്തു? P ശശിയാണ് ഇത് എല്ലാം P ശശിയുടെ നേതൃത്വത്തിലാണ് ഈ ഗൂഢാലോചനയൊക്കെ അരങ്ങേറുന്നത്. സരിതാ നായരെ പോലെ ഇവർക്ക് പണമൊന്നും ആവശ്യമില്ല, പകരം ഇവർക്ക് വൈരാഗ്യ ബുദ്ധി തീർത്താൽ മതി എന്നുള്ളതായിരുന്നു. രാഹുൽ മാങ്കൂട്ടം കൈവിട്ട് പോയതിന്റെ ആദ്യ ഭർത്താവിനെ കൊല്ലണം എന്ന് പറഞ്ഞ പോലെ തന്നെ രണ്ടാമത്തെ അവർ മനസ്സുകൊണ്ട് അംഗീകരിച്ച് ആയിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിനെ എങ്ങനെയെങ്കിലും ശരിയാക്കി കളയണം എന്നുള്ള വൈരാഗ്യ ബുദ്ധിയാണ് അവർക്കുള്ളത് എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ സംസാരങ്ങളിൽ മനസ്സിലാവുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ ഇതിനിടയിൽ ഈ കാര്യം പിണറായി വിജയൻ അറിയുകയും പിണറായി വിജയന്റെ ആവശ്യപ്രകാരം തന്നെ അവരൊരു ഓഡിയോ അയക്കുകയും, നാളെ കാലുമാറിയ പിണറായി വിജയൻ കുടുങ്ങല്ലോ, ഓഡിയോ അയച്ചു, ഇവരെ ഭീഷണിപ്പെടുത്തുന്നതെന്നൊക്കെ ഒരു കഥയുണ്ടാക്കി. അങ്ങനെയാണ് പിണറായി വിജയൻ പോലീസിന് നിർദ്ദേശം കൊടുത്ത് എല്ലാ നിയമങ്ങളും ലംഘിച്ച് അറസ്റ്റ് ചെയ്തത്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം MLA ആണ്. MLA അറസ്റ്റ് ചെയ്യുമ്പോൾ ഏറ്റവും മിനിമം നിയമം പാലിക്കേണ്ടതുണ്ട്.
പാലക്കാട് വന്ന് ആ CCTV ദൃശ്യങ്ങളിൽ കൃത്യമാണ്. വാതിൽ തുറന്ന് അപ്പോൾ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെയും കൊണ്ട് പോവുകയാണ്. CCTV ദൃശ്യങ്ങളിൽ എവിടെയും തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് അറസ്റ്റ് മെമ്മോ കൊടുക്കാനോ അത് ഒപ്പിടിക്കാനോ അതിന്റെ കേസിന്റെ ഗ്രൗണ്ട് എഴുതിയിട്ടുള്ള സാധനം കൊടുക്കാനോ തയ്യാറായിട്ടില്ല. അപ്പൊ ഒരു അഡ്വക്കറ്റിനെ വിളിക്കണം എന്ന് പറയുന്ന ഒരു സാമാന്യ മര്യാദ പോലും ഈ കാര്യത്തിൽ പാലിച്ചില്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെയല്ല എങ്കിൽ അവിടെ കൊണ്ടുപോകാൻ പറ്റില്ല. അറസ്റ്റ് ചെയ്യുന്ന സ്ഥലം എവിടെയാണോ, കസ്റ്റഡി എടുത്താൽ അറസ്റ്റ് എന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. പ്രത്യേകം മനസ്സിലാക്കുക. വിവരമില്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് പ്രത്യേക ഓരോ കോടതി വിധി വരുമ്പോൾ ക്ലാസ് കൊടുക്കാനെങ്കിലും പിണറായി വിജയനെ ഏൽപ്പിക്കും. ഇവിടെ പിണറായി വിജയൻ തന്നെയാണ് ഈ ഗൂഢാലോചന മുഖ്യ പങ്കാളി എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം. അദ്ദേഹമാണ് ഈ ലേഡിയിൽ നിന്ന് ഡയറക്റ്റ് ഓഡിയോ സന്ദേശം കളക്ട് ചെയ്ത് ആ സന്ദേശത്തിന് ഒരു ഇമ്മീഡിയറ്റ് രാത്രി ഒരു പോലീസിന്റെ കൺട്രോളിലുള്ള ഒരാളെ, അതായത് 2 കേസുകളിൽ ജാമ്യം ഇറങ്ങി DYSP ഓഫീസിൽ ഒപ്പിടുന്ന, എപ്പോൾ വിളിച്ചാലും വരേണ്ട, അല്ലെങ്കിൽ ജാമ്യം ക്യാൻസൽ ചെയ്യാവുന്ന രാഹുൽ മാങ്കൂട്ടത്തെ അവിടെ വിളിച്ചു വരുത്തി സുഖമായി ചോദ്യം ചെയ്ത് കാര്യങ്ങൾ പഠിച്ച് കേസ് പെടുകയാണെങ്കിൽ അറസ്റ്റ് ചെയ്യാവുന്ന കാര്യത്തിൽ ധൃതി പിടിച്ച് അർദ്ധരാത്രിയുടെ ഇരുട്ടിന്റെ മറവിൽ ഭീകരമായി ഒരു കൊടും കുറ്റവാളിയെ പോലെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകേണ്ട കാര്യം എന്തുണ്ടായിരുന്നു? അത് പിണറായി വിജയന്റെയും P ശശിയുടെയും റിയാസിന്റെയും പ്ലാൻ ആയിരുന്നു. റിയാസിനുമുണ്ട്, റിയാസിന്റെ ഭാര്യയായ വീണയ്ക്കുമുണ്ട്, അതേപോലെ പിണറായി വിജയനും വിരോധമുണ്ട്. അതിനുള്ള കാരണം ഞാൻ പുറത്തുവിടാം. അതായത് ഈ രാഹുൽ മാങ്കൂട്ടം നേരത്തെ ഇവരെ പറ്റി പറഞ്ഞ 3 പേരെയും പറഞ്ഞ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമുണ്ട്. അത് അടുത്ത വീഡിയോയിൽ ഞാൻ പുറത്തുവിടാം. എന്തായാലും ഈ പറയുന്ന കാര്യത്തിൽ ആദ്യം തന്നെ ഈ കേസ് തള്ളിപ്പോകാനുള്ള എല്ലാ സാധ്യതകളും വരികയാണ്. ഒന്ന്, ബലാത്സംഗമല്ല എന്ന് തെളിയുകയാണ്. രണ്ടാമത്തെ കാര്യം, ഇഷ്ടപ്രകാരമാണ് ഈ കാര്യങ്ങളെല്ലാം നടന്നത് എന്ന് തെളിയുകയാണ്. മൂന്നാമത്, ഇവർ തമ്മിലുള്ള ബന്ധത്തിന്റെ വ്യക്തമായ ഓഡിയോ സംഭാഷണങ്ങൾ കോടതിയിൽ ഹാജരാക്കാൻ പോകുന്നു പോലീസ് എന്നുള്ള രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഡ്വക്കേറ്റ് എന്നുള്ളതാണ് അഡ്വക്കേറ്റിന് കിട്ടുന്ന വിവരങ്ങൾ. അപ്പം ഇതെല്ലാ കാര്യങ്ങളും നേരത്തെ തന്നെ രാഹുൽ മാങ്കൂട്ടം ഇവര് കേസ് കൊടുക്കാൻ പോകുന്നതും പോലീസിനെ ബന്ധപ്പെടുന്നതും പിണറായി വിജയനെ ബന്ധപ്പെടുന്നുള്ള കാര്യം രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടിയിട്ടുണ്ട്. നേരത്തെ പ്രിപ്പയർഡ് ആയിരുന്നു. ഈ പരാതിന്റെ കാര്യം എങ്ങനെയാണ്? ഈ പരാതി കൊടുത്ത അതിജീവിത അവര് ഇമെയിൽ വഴി അത് അയച്ചാൽ എന്ത് ചെയ്യണം? പോലീസ് അവരെ വിളിച്ചു വരുത്തി അവരുടെ മൊഴിയെടുത്ത് അത് ഒപ്പിടിക്കണം. അങ്ങനെ ഒരു സാധനം ഉണ്ടായിട്ടില്ല. സിന്ധു ജോയിയുടെ പരാതിയിൽ എനിക്കെതിരെ എടുത്ത കേസും ലണ്ടനിൽ നിന്ന് അവരയച്ചിട്ടാണ്. അവരിവിടെ ഒന്നും ഒപ്പിട്ടില്ല. അതുകൊണ്ട് ആ കേസേ നിൽക്കില്ല എന്നുള്ളതാണ് സത്യം. ഇതുവരെ ഒപ്പിട്ടില്ല. രണ്ടാമത്, അവരുടെ മൊഴി ഇതുവരെ എടുത്തില്ല നേരിട്ട്. അവരെ വീഡിയോ കോൺഫറൻസിൽ വീഡിയോ എടുത്ത് മൊഴി എടുക്കണം എന്നുള്ളതാണ്. അപ്പൊ അതും സിന്ധു ജോയിയുടെ കേസിലും ഈ കേസിലും സമാനമാണ്. 2 കേസ് നിൽക്കില്ല എന്നുള്ളത്. ഈ കേസ് നിൽക്കില്ല, ആ കേസ് നിൽക്കില്ല. മൂന്നാമത്തെ കാര്യം, അവരുടെ മെഡിക്കൽ ടെസ്റ്റ് നടത്തണം. മെഡിക്കൽ ടെസ്റ്റ് നടത്താൻ മാത്രമേ ഇവരെ അറസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ നിയമമുണ്ട്. ഇതെല്ലാം ലംഘിച്ചുകൊണ്ടാണ് പോലീസിന്റെ കൺട്രോളിൽ ഉണ്ടായിരുന്ന, ഏത് സമയത്തും വിളിച്ചാൽ വരാവുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ പോലീസ് നിയമവിരുദ്ധമായി അറസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇത് കേരളത്തിൽ വലിയ തോതിൽ ഇവിടെ കുറെ BJP-കാരെയും കുറെ DYFI-കാരെയും കൊണ്ടുവന്ന് കുറെ ചീമുട്ടയറിനോടൊന്നും ജനങ്ങളെ സപ്പോർട്ട് കിട്ടില്ല. ഇപ്പോൾ ജനങ്ങൾ മുഴുവൻ പിണറായി വിജയനെതിരെ തിരിഞ്ഞിരിക്കുന്നു. ജനരോഷം ആളിപ്പടരുകയാണ്. ഇപ്പോൾ വരുന്ന ചാനലുകളിൽ വരുന്ന ചർച്ചയ്ക്കും വീഡിയോയ്ക്കൊക്കെ താഴെയായിട്ട് എല്ലാവരും 99.4% രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം നിൽക്കുന്നു. ഹീറോ പരിഭാഷം കൊടുക്കുന്നു. അദ്ദേഹത്തിന് പുറത്തുള്ളതിനേക്കാൾ അകത്ത് നിൽക്കുമ്പോൾ അദ്ദേഹം കൂടുതൽ ശക്തനായി വളരുകയാണ് എന്നുള്ളതാണ് സത്യം. വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്നുള്ള രൂപത്തിലാണ് പിണറായി വിജയൻ ഇപ്പോൾ വരാൻ പോകുന്നത്. ഇതെല്ലാം കഴിഞ്ഞ് രാഹുൽ മാങ്കൂട്ടം പുറത്തിറങ്ങും എന്നുള്ള കാര്യം സംശയമില്ല. പിന്നെ പോക്സോ കേസ് വരുന്നു എന്നൊക്കെ പറയുന്നത് കെട്ടക്കഥയാണ്. ഞാൻ അന്വേഷിച്ചു, അങ്ങനെ ഒരു കേസുമില്ല. വേറെ ഇമ്പോർട്ടന്റ് ആയ ഒരു വീഡിയോ ഉടനെ വരുന്നുണ്ട്. കാരണം ഇതുപോലെ പരാതി കൊടുത്ത ഒരു അതിജീവിത പറഞ്ഞ കാര്യങ്ങൾ പിണറായി വിജയന്റെ അസ്തിത്വത്തെ തന്നെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഈ കേസുകളെ മൊത്തം ബാധിക്കുന്ന കാര്യമാണ്. അതാണ് ഞാൻ തെളിവ് സഹിതം പുറത്തുവിടാൻ പോകുന്നത്. നന്ദി, നമസ്കാരം.